നമ്മൾ ഇന്ന് കാണുന്ന ലോകം തിരക്കുകളാലും ശബ്ദങ്ങളാലും നിറഞ്ഞതാണ്. എന്നാൽ ഒരു നിമിഷം 8 ബില്യൺ മനുഷ്യരും ഒരു നിമിഷം കൊണ്ട് ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമായാൽ എന്ത് സംഭവിക്കും? ഒരു തരി പോലും അവശേഷിക്കാതെ നമ്മൾ അപ്രത്യക്ഷമായി കഴിഞ്ഞാൽ പ്രകൃതി എങ്ങനെ പ്രതികരിക്കും? മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമായാൽ ആദ്യത്തെ മിനിറ്റുകളിൽ ഒന്നും സംഭവിക്കില്ല. എന്നാൽ മണിക്കൂറുകൾ കഴിയുമ്പോൾ നമ്മൾ സാങ്കേതികമായി കെട്ടിപ്പടുത്ത നമ്മുടെ സാമ്രാജ്യം ചീട്ടുകൊട്ടാരം പോലെ തകരാൻ തുടങ്ങും. ലോകമെമ്പാടുമുള്ള തെരുവ് വിളക്കുകൾ ഒന്നൊന്നായി അണയാൻ തുടങ്ങും. കൽക്കരിയിൽ പ്രവർത്തിക്കുന്ന താപനിലയങ്ങൾ ഇന്ധനം തീരുന്നതോടെ വൈദ്യുതി ഉൽപ്പാദനം നിർത്തിവെക്കും. കാറ്റാടി യന്ത്രങ്ങൾ കുറച്ചു നേരത്തേക്ക് പ്രവർത്തിക്കുമെങ്കിലും കൃത്യമായ ലൂബ്രിക്കേഷൻ ലഭിക്കാതെ വരുന്നതോടെ അതിന്റെ ഗിയർ ജാമാവുകയും ചലനം നിൽക്കുകയും ചെയ്യും. സോളാർ പാനലുകളുടെ കാര്യവും വ്യത്യസ്തമല്ല. അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളെല്ലാം അതിനു മുകളിൽ അടിഞ്ഞുകൂടുന്നതോടെ അതിന്റെ പ്രവർത്തനക്ഷമത ഗണ്യമായി കുറയും. ലോകം വലിയൊരു ഇരുട്ടിലേക്ക് വഴുതി വീഴും. ഏറ്റവും വലിയ ദുരന്തം നടക്കുന്നത് ഭൂമിക്കടിയിലാണ്. ലണ്ടൻ, ന്യൂയോർക്ക്, ടോക്കിയോ പോലുള്ള വലിയ നഗരങ്ങളിലെ മെട്രോ റെയിലുകൾ ശൃംഖലകൾ പ്രവർത്തിക്കുന്നത് തന്നെ ഭീമാകാരമായ പമ്പുകളുടെ സഹായത്തോടെയാണ്. സെക്കൻഡിൽ 1000-ലധികം ലിറ്റർ വെള്ളമാണ് ഈ പമ്പുകൾ പുറത്തേക്ക് കളയുന്നത്. വൈദ്യുതി നിലയ്ക്കുന്നതോടെ 36 മണിക്കൂറിനുള്ളിൽ ഈ റെയിൽവേ ശൃംഖലകൾ വെള്ളത്തിനടിയിലാകും. ഇന്ന് നമ്മൾ ടോക്ക് വിത്ത് റോണിക്സിൽ നോക്കാൻ പോകുന്നത് മനുഷ്യനില്ലാതായാൽ ഭൂമിക്ക് വരുന്ന മാറ്റങ്ങളെക്കുറിച്ചും മനുഷ്യന്റെ അഭാവം പ്രകൃതിയെ എങ്ങനെ പുനരുജ്ജീവിപ്പിക്കും എന്നതിനെക്കുറിച്ചുമാണ്. മനുഷ്യൻ പോകുന്നതോടെ ഏറ്റവും വലിയ ദുരിതം അനുഭവിക്കുന്നത് നമ്മുടെ വളർത്തുമൃഗങ്ങളായിരിക്കും. അടച്ചിട്ട വീടുകൾക്കുള്ളിൽ കുടുങ്ങിയ ലക്ഷക്കണക്കിന് നായ്ക്കളും പൂച്ചകളും ഭക്ഷണത്തിനും വെള്ളത്തിനുമായി അലയും. പുറത്തിറങ്ങാൻ പറ്റാത്തവ പട്ടിണി കിടന്ന് മരിക്കും. പുറത്തിറങ്ങാൻ ഭാഗ്യം ലഭിച്ചവും മറ്റൊരു ലോകത്തെയായിരിക്കും നേരിടുക. ഇവിടെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് അഥവാ അർഹതയുള്ളവന്റെ അതിജീവനം എന്ന നിയമം നടപ്പിലാകും. ലാബ്രോഡർ, ജർമ്മൻ ഷെപ്പേർഡ് റിട്രീവർ തുടങ്ങിയ ബുദ്ധിയുള്ള നായ്ക്കൾ ഒറ്റയ്ക്ക് നിൽക്കുന്നത് അപകടമാണെന്ന് തിരിച്ചറിയും. അവർ പാക്കുകൾ അല്ലെങ്കിൽ സംഘങ്ങളായി മാറും. തങ്ങളുടെ പൂർവികരായ ചെന്നായ്ക്കളുടെ വേട്ടയാടൽ രീതികൾ അവർ വീണ്ടും ഓർത്തെടുക്കും. എന്നാൽ പഗ്, ചിവാവ പോലുള്ള ചെറിയ ഇനങ്ങളുടെ കാര്യം പരിതാപകരമാകും. ഓടാനുള്ള വേഗതയോ പ്രതിരോധിക്കാനുള്ള ശക്തിയോ ഇല്ലാത്ത ഇവ പെട്ടെന്ന് തന്നെ വന്യമൃഗങ്ങളുടെയും മറ്റു നായ്ക്കളുടെയും ഇരയായി മാറും. മനുഷ്യൻ സൗന്ദര്യത്തിനു വേണ്ടി കൃത്രിമമായി നിർമ്മിച്ചെടുത്ത ഹൈബ്രിഡ് ജീവികൾക്ക് ഈ വന്യതയിൽ നിലനിൽപ്പില്ല. ശ്വസന തടസ്സമുള്ള പഗ്ഗുകൾക്കും ശാരീരിക ബലമില്ലാത്ത മറ്റ് ഷോ ബ്രീഡുകൾക്കും പ്രകൃതി മരണം വിധിയെഴുതും. നഗരങ്ങളിലെ തെരുവ് നായ്ക്കളും പൂച്ചകളുമെല്ലാം സിംഹങ്ങളുടെയും പുലികളുടെയും ആഹാരമായി മാറുന്നു. മനുഷ്യനൊരുക്കി കൊടുത്ത കവചമില്ലാതാകുന്നതോടെ നഗരം കാടായി മാറുന്നു. മനുഷ്യൻ 10,000-കണക്കിന് വർഷം കൊണ്ട് മെരുക്കിയെടുത്ത വന്യത കേവലം 6 മാസം കൊണ്ട് അതിന്റെ പൂർണ്ണസ്ഥിതിയിലേക്ക് മടങ്ങുന്നു. ഇവിടെ വലുപ്പത്തിനോ സൗന്ദര്യത്തിനുമോ അല്ല പ്രധാനം, അതിജീവിക്കാനുള്ള കരുത്തിനാണ്. മനുഷ്യൻ ഭൂമിയിൽ നിന്ന് പോയിട്ട് മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഉപരിതലത്തിൽ പ്രകൃതി നഗരങ്ങളെ കീഴടക്കുമ്പോൾ ഭൂമിക്കടിയിലും കൂറ്റൻ കെട്ടിടങ്ങൾക്കുള്ളിലും ഒരു നിശബ്ദ ദുരന്തം രൂപപ്പെടുകയാണ്. നമ്മൾ കരുതി വെച്ച ഏറ്റവും വലിയ ടൈം ബോംബ്, ആണവ നിലയങ്ങൾ, അത് പൊട്ടിത്തെറിക്കാൻ തയ്യാറെടുക്കുകയാണ്. മനുഷ്യന്റെ നിരന്തരമായ മേൽനോട്ടങ്ങൾ ആവശ്യമായ സംവിധാനങ്ങളാണ് ആണവ നിലയങ്ങൾ. ദിവസവും റിയാക്ടറുകളിലെ ചൂട് കുറയ്ക്കാൻ ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് ഓരോ ദിവസവും ഉപയോഗിക്കുന്നത്. മനുഷ്യരില്ലാതാകുന്നതോടെ പമ്പുകൾ നിലയ്ക്കും. 2 ആഴ്ചക്കുള്ളിൽ ഈ വെള്ളം പൂർണ്ണമായും ആവിയായി പോകും. വെള്ളം തീരുന്നതോടെ റിയാക്ടറിലെ ഫ്യൂൽ റോഡ്സ് ഉരുകിപ്പോകും. ചൂട് 1000 ഡിഗ്രി സെൽഷ്യസിന് മുകളിലെത്തുമ്പോൾ കോൺക്രീറ്റ് ഭിത്തികൾ തകരും. ലോകമെമ്പാടുമുള്ള 400-ലധികം ആണവ നിലയങ്ങൾ പൊട്ടിത്തെറിക്കും. പൊട്ടിത്തെറിക്ക് ശേഷം പുറത്തു വരുന്ന റേഡിയോ ആക്റ്റീവ് തരംഗങ്ങൾ കാറ്റിൽ കലരും. ഈ മരണമേഘങ്ങൾ ഭൂഖണ്ഡങ്ങൾ കടന്ന് സഞ്ചരിക്കും. റേഡിയേഷൻ ഏൽക്കുന്ന ദശലക്ഷക്കണക്കിന് മൃഗങ്ങളും പക്ഷികളും പെട്ടെന്ന് ചത്തുപോകും. മണ്ണിലെ സൂക്ഷ്മജീവികൾ ചിലതില്ലാതാകും. അതിജീവിക്കുന്ന ജീവികളിൽ ജനിതക മാറ്റങ്ങളും വൈകല്യങ്ങളും വന്ധ്യതയും പ്രകടമാകും. അടുത്ത ഏതാനും ദശകങ്ങൾ ഭൂമിയിലെ ജീവന് ഏറ്റവും കഠിനമായ കാലഘട്ടമായിരിക്കും. ഇത്രയേറെ ആഘാതങ്ങൾ ഉണ്ടായാലും പ്രകൃതി തോൽക്കാൻ തയ്യാറല്ല. ആണവ നിലയങ്ങൾ പൊട്ടിത്തെറിച്ച് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ റേഡിയേഷന്റെ അളവ് കുറയും. ചെർണോബിലിൽ മനുഷ്യൻ പോയപ്പോൾ വന്യമൃഗങ്ങൾ അവിടെ തിരിച്ചെത്തി. റേഡിയേഷനേക്കാൾ വേഗത്തിൽ വന്യജീവികൾ അവിടെ വംശവർദ്ധനവ് നടത്തി. മനുഷ്യന്റെ സാന്നിധ്യമില്ലാത്ത ഈ മേഖലകൾ ഭാവിയിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമായി മാറും. റോഡിൽ വീഴുന്ന മണ്ണിൽ കാറ്റിൽ എത്തുന്ന വിത്തുകൾ മുളയ്ക്കുന്നു. മനുഷ്യൻ നിർമ്മിച്ച അമ്പരചുംബികളുടെ തകർച്ച തുടങ്ങുന്നത് ചെറിയ വിള്ളലുകളിൽ നിന്നുമാണ്. കാട്ടുചെടികളുടെയും മരങ്ങളുടെയും വേരുകൾ കോൺക്രീറ്റിനെ ഭേദിച്ച് താഴോട്ടിറങ്ങുന്നു. അടുത്ത 50 വർഷത്തിനുള്ളിൽ നഗരത്തിലെ പ്രധാന വീഥികളെല്ലാം വനങ്ങളായി മാറും. സ്റ്റീൽ നിർമ്മിതികളുടെ ശത്രു എന്ന് പറയുന്നത് ഓക്സിജനും ഈർപ്പവുമാണ്. കൃത്യമായ ഇടവേളകളിൽ പെയിന്റ് അടിക്കാത്തതിനാൽ തുരുമ്പ് ആ ലോഹങ്ങളെ തിന്നു തീർക്കുന്നു. ഈഫൽ ടവർ, ഗോൾഡൻ ഗേറ്റ് ബ്രിഡ്ജ് തുടങ്ങിയവ 100 മുതൽ 200 വർഷത്തിനുള്ളിൽ അതിന്റെ ഭാരം താങ്ങാനാവാതെ തകർന്നു വീഴും. വീടുകളുടെ മേൽക്കൂരകൾ പായൽ പിടിക്കുകയും അത് ഈർപ്പം നിലനിർത്തുകയും ചെയ്യുന്നതോടെ തടി കൊണ്ടുള്ള ഭാഗങ്ങൾ ദ്രവിക്കുന്നു.
ആധുനിക ഗ്ലാസ് കെട്ടിടങ്ങൾ കനത്ത കാറ്റിലോ ഭൂകമ്പത്തിലോ തകർന്നു വീഴുന്നു. അതോടെ നഗരങ്ങൾ അവശിഷ്ടങ്ങളുടെ കൂമ്പാരമായി മാറുന്നു. മനുഷ്യൻ ഈ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായിട്ട് ഏകദേശം ഒരു നൂറ്റാണ്ട് കഴിയുന്നു. കോൺക്രീറ്റ് കാടുകൾക്ക് മുകളിൽ പച്ചപ്പിന്റെ സാമ്രാജ്യം ഉദിച്ചുയരുകയാണ്. പ്രകൃതി അതിന്റെ മുറിവുകൾ ഉണക്കുന്ന പ്രക്രിയ ആവേശത്തോടെ തുടരുകയാണ്. ഇക്കാലഘട്ടത്തിൽ അന്തരീക്ഷത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നു. ഫാക്ടറിയിൽ നിന്നുള്ള പുകയോ വാഹനങ്ങളുടെ പുകയോ ഇല്ലാത്തതിനാൽ വായു സ്ഫടികതുല്യമായി മാറുന്നു. ഭൂമിയിൽ എവിടെയും പുകമഞ്ഞില്ല. മുൻപ് നഗരങ്ങളിൽ നിന്ന് നോക്കിയാൽ കാണാൻ കഴിയാതിരുന്ന ദൂരെയുള്ള മലനിരകളും കുന്നിൻ ചെരുവുകളും ഇപ്പോൾ തെളിഞ്ഞു കാണാം. പൊടി പടലങ്ങളും കാർബൺ കണികകളും ഭൂമിയോട് താഴ്ന്നടിഞ്ഞു. പുൽമേടുകളുടെയും വനത്തിന്റെയും ഗന്ധമാണ് ഇപ്പോൾ വായുവിന്. ഭൂമിയിൽ നിന്ന് നക്ഷത്രങ്ങൾ കൂടുതൽ വ്യക്തമായി കാണാൻ സാധിക്കുന്നു. രാത്രികാലങ്ങളിലെ ആകാശം മുമ്പത്തേതിനേക്കാൾ കൂടുതൽ തിളക്കമുള്ളതായി മാറിയിരിക്കുന്നു. മിൽക്കി വേയുടെ ദൃശ്യങ്ങൾ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നത്ര തെളിമയുണ്ട് ഇപ്പോൾ ആകാശത്തിന്. യന്ത്രങ്ങളുടെ ഇരമ്പലില്ലാത്ത ഭൂമിയിൽ ഇപ്പോൾ ശബ്ദങ്ങളുടെ ലോകം മാറി മറിഞ്ഞു. പക്ഷികളുടെ ഗാനം കിലോമീറ്ററുകളോളം ഇപ്പോൾ കേൾക്കാം. സമുദ്രത്തിന്റെ മാറ്റമാണ് ഏറ്റവും വലുത്. കരയേക്കാൾ വേഗത്തിൽ സമുദ്രം തന്റെ സ്വാഭാവിക അവസ്ഥയിലേക്ക് മാറുന്നു. ട്രോളിംഗ് ബോട്ടുകളും കപ്പലുകളും ഇല്ലാതാകുന്നതോടെ മത്സ്യസമ്പത്ത് 1000 ഇരട്ടിയായി വർദ്ധിക്കുന്നു. കടലിന്റെ അടിയിൽ വർഷങ്ങളായി തകർക്കപ്പെട്ട ആവാസ വ്യവസ്ഥകൾ പുനർജനിക്കുന്നു. അമിതമായ മീൻപിടുത്തം മൂലം വംശനാശത്തിന്റെ വക്കിലെത്തിയ സമുദ്രജീവികൾ സമുദ്രം കീഴടക്കുന്നു. കപ്പലുകളുടെ പ്രൊപ്പല്ലറുകളുടെ ശബ്ദമോ സോണാർ തരംഗങ്ങളോ ഇല്ലാത്തതിനാൽ തിമിംഗലങ്ങൾക്കും ഡോൾഫിനുകൾക്കും തടസ്സമില്ലാതെ സഞ്ചരിക്കാം. സമുദ്രത്തിലെ താപനില ക്രമപ്പെടാൻ തുടങ്ങുന്നതോടെ പവിഴപ്പുറ്റുകൾ കൂടുതൽ വിസ്തൃതിയിൽ വളർന്നു തുടങ്ങും. ഭൂമി ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നത്തിൽ നിന്ന് കരകയറാൻ തുടങ്ങുന്നു. ഗ്ലോബൽ വാർമിംഗ്. ആഗോളതാപനം പെട്ടെന്ന് അവസാനിക്കില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. നൂറ്റാണ്ടുകൾ നാം ചെയ്ത പ്രവൃത്തികളുടെ അനന്തരഫലം. കാരണം നമ്മൾ അന്തരീക്ഷത്തിലേക്ക് തള്ളിയ കാർബൺ ഡൈ ഓക്സൈഡ് ഇല്ലാതാക്കാൻ ആയിരക്കണക്കിന് വർഷങ്ങളെടുക്കും. എങ്കിലും വനങ്ങളുടെ വിസ്തൃതി തുടങ്ങുന്നതോടെ ഭൂമി സ്വാഭാവികമായും താപനില നിയന്ത്രിക്കാൻ തുടങ്ങും. കോൺക്രീറ്റ് കെട്ടിടങ്ങൾ തകരുകയും അവയ്ക്ക് മുകളിൽ മരങ്ങൾ വളരുകയും ചെയ്യുന്നതോടെ ഭൂമിക്ക് വീണ്ടും തണുപ്പ് അനുഭവപ്പെട്ടു തുടങ്ങുന്നു. 10,000 വർഷം കഴിയുമ്പോൾ മനുഷ്യൻ നിർമ്മിച്ച കോൺക്രീറ്റ് കെട്ടിടങ്ങളെല്ലാം മണ്ണോട് ചേരും. പക്ഷെ ചിലത് മാറ്റമില്ലാതെ തുടരും. ഗീസയിലെ പിരമിഡുകളും ചൈനയിലെ വൻമതിലുമെല്ലാം അപ്പോഴും നിലനിൽക്കും. പ്രകൃതിദത്തമായ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ചതിനാലാണ് അവ അതിജീവിക്കുന്നത്. ഭൂമിയിൽ മനുഷ്യന്റെ അസ്തിത്വം തെളിയിക്കുന്ന ഏറ്റവും വലിയ തെളിവ് പ്ലാസ്റ്റിക് ആയിരിക്കും. പ്ലാസ്റ്റിക് നശിക്കാൻ ലക്ഷക്കണക്കിന് വർഷമെടുക്കും. ഭാവിയിൽ ഏതെങ്കിലും വംശം ഭൂമിയിൽ ഖനനം നടത്തിയാൽ അവർക്ക് ലഭിക്കുന്നത് പ്ലാസ്റ്റിക്കിന്റെ പാളികളായിരിക്കും. മനുഷ്യവംശത്തിന്റെ അടയാളങ്ങൾ എന്ന് അവർ അതിനെ വിളിച്ചേക്കാം. ഭൂമിയിലുള്ള സകലതും മാഞ്ഞാലും ബഹിരാകാശത്ത് നമ്മൾ അയച്ച വോയേജർ പേടകങ്ങൾ യാത്ര തുടരും. അതിൽ ഘടിപ്പിച്ചിട്ടുള്ള ഗോൾഡൻ റെക്കോർഡുകളിൽ നമ്മുടെ സംഗീതവും ഭാഷയും സംസ്കാരവും കോടിക്കണക്കിന് വർഷങ്ങൾ സുരക്ഷിതമായിരിക്കും. നക്ഷത്രങ്ങൾക്കിടയിൽ മനുഷ്യന്റെ ഏക സ്മാരകമായി അത് നിലനിൽക്കും. ഈ യാത്ര നമ്മളെ ചിന്തിപ്പിക്കുന്നത് ലളിതവും അത്യന്തം ഗൗരവമേറിയ ഒരു സത്യത്തെക്കുറിച്ചാണ്. ഭൂമിക്ക് നമ്മളെ വേണ്ട, പക്ഷെ നമ്മൾക്ക് ഭൂമിയെ വേണം. കോടിക്കണക്കിന് വർഷത്തെ പ്രപഞ്ചത്തിന്റെ വിസ്മയകരമായ ചരിത്രത്തിൽ മനുഷ്യവർഗത്തിന്റെ സാന്നിധ്യം എന്നത് ഒരു നിമിഷം മാത്രമാണ്. നാം നമ്മുടെ നിലനിൽപ്പിനായി പ്രകൃതിയെ ചൂഷണം ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നാം ഇല്ലാതാക്കുന്നത് നമ്മുടെ നിലനിൽപ്പിനെ തന്നെയാണ്. പ്രകൃതി അതിന്റെ തനിമയോടെ നിലനിൽക്കുമ്പോൾ മാത്രമാണ് മനുഷ്യർക്കും മറ്റ് ജീവജാലങ്ങൾക്കും ഇവിടെ സുരക്ഷിതമായി വസിക്കാൻ സാധിക്കുന്നത്. നാം ചെയ്യേണ്ട ഏറ്റവും വലിയ കടമ നമുക്ക് അനുവദിച്ചു കിട്ടിയ ഈ ചുരുങ്ങിയ സമയത്തിൽ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. വരും തലമുറകൾക്കായി ഇനി അവശേഷിക്കുന്ന പച്ചപ്പും ശുദ്ധവായുവും കരുതി വെക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. ഭൂമിയെ സംരക്ഷിക്കാനുള്ള യാത്ര നമുക്ക് തുടരാം. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഇറ്റ്സ് മീ ഐ വിൻജോ സൈനിങ് ഓഫ്.